എനിക്ക് വയ്യ, ഞാൻ തളർന്നു. നീ പോയിക്കോ. നീ എന്റെ കൈ പിടിച്ചോ. പിടിച്ചോ, എന്റെ കൈ പിടിച്ചോ. സ്വപ്നമായിരുന്നോ? ദൈവമേ, എന്തൊരു ഗതികെട്ട സ്വപ്നം കണ്ടത്. എൻ്റെ മാളൂനൊന്നും വരുത്തല്ലേ. നിനക്ക് എന്താ ബാപ്പു, ഒന്ന് പോയി രാവിലെ തന്നെ. ചൂടാവില്ല കിട്ടി. എന്തിട്ടപ്പോ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ലാണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കോ? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ സെറ്റാക്കി തരാന്നേ ഞാൻ. എനിക്ക് ഈ ചാറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിത് നീ വിചാരിക്കുന്ന കാര്യമല്ല. പിന്നെ ഞാനൊരു ഡാർക്ക് സ്വപ്നം കണ്ട്. സ്വപ്ന? പറ, എന്താ? ഞാനും ആളും കൂടി ഒരു ബസ്സിന്റെ പുറകെ ഇങ്ങനെ ഓടുമായിരുന്നു. ഓടി 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 ഞാൻ ബസ് ചാടി കയറി. പക്ഷെ അവൾക്ക് ബസ് കയറാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം എൻ്റെ കൈയൊക്കെ കൊടുത്തു നോക്കി. പക്ഷെ അവൾ ദൂരേക്ക് പോവായിരുന്നു. എന്താ? ഇതൊരു കുഴപ്പം പിടിച്ച സ്വപ്നമാണല്ലോ ലച്ചുവേ. കുഴപ്പം പിടിച്ചതാ? എന്ത് കുഴപ്പം? അതായത് മാളൂന് ബസ് കിട്ടിയില്ല, നിനക്ക് ബസ് കിട്ടി, അങ്ങനല്ലേ? നീയും മാളും തമ്മിലുള്ള ബന്ധം ഉടനെ വിച്ഛേദിക്കപ്പെടും. അതാണ് സൂചന. നിനക്കൊരു കുന്തം അറിയത്തില്ല. ഒന്ന് പോയെ, ഞാനും ആളും തമ്മിൽ. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. നിനക്കേ അങ്ങനെയൊക്കെ ആശ്വസിക്കാം. പക്ഷെ ഈ സൂചനകളെയും നിമിത്തങ്ങളെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് സത്യമാണ്. എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പഠിച്ചിട്ടുണ്ട് സ്വപ്നങ്ങളെ. അതാ ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം? അതായത് ഈ ഡ്രീം ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാണ്ട്, അതായത് ഫോർ എൻ എക്സാമ്പിൾ, നമുക്കിപ്പോൾ കുറേ കാശ് കിട്ടിയെന്ന് വിചാരിക്കേ, നമ്മൾ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്നാണ് അതിന്റെ സൂചന. നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കേ, നമുക്ക് എന്തോ നല്ലത് സംഭവിക്കാൻ പോകണ്ടെന്ന സൂചന. അതേപോലെ ഈ പാമ്പ് തലയിൽ വീണത്, കൊത്തണത്, നമ്മളെ ഓടിപ്പിക്കണത്, നമ്മൾ പായണത്, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. എന്നാലേ നമ്മള് കഷ്ടപ്പാടൊക്കെ മാറണമെങ്കിലേ എന്ത് സ്വപ്നം കാണണം? നീ മന്ദബുദ്ധിയാണോ? അങ്ങനെ നമുക്ക് കുത്തിയിരുന്ന് സ്വപ്നം കണ്ടാലൊന്നും ഇത് ശരിയാവില്ല. ഇതൊക്കെ കാണണം, അതായത് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കണം, എന്നാലേ നടക്കുള്ളൂ. എല്ലാം മാച്ചോളാ. ഇപ്പൊ കണ്ട സ്വപ്നമില്ലേ, അത് ഫലിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചോദിക്കേ. അതായത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ശരി. ഇത് നമ്മൾ ഈ പൊട്ട സ്വപ്നം കണ്ട ഉടനെ തന്നെ എണീറ്റിരുന്ന് 3 പ്രാവശ്യം തുപ്പണം. ഇങ്ങനെ തുപ്പി മാറി. അപ്പൊ കഴിഞ്ഞില്ലേ? ഇനി തുപ്പിയിട്ട് കാര്യമില്ല, അത് ആ സമയത്ത് ചെയ്യണമായിരുന്നു. സമയം കഴിഞ്ഞു. ഞാൻ എങ്ങനെയാ സാധാരണ ചെയ്യാറ്? അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ അതിൽ വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ഫലം ചെയ്യണ ഒരു കാര്യമുണ്ട്. പറ. ഒരു 5000 രൂപ ഇങ്ങോട്ട് തന്നാൽ മതി. ഞാൻ നല്ല അടിപൊളി ഒരു പൂജാരിനെ കൊണ്ടുവന്നിട്ട് ഒരു ഐശ്വര്യ പൂജ അങ്ങോട്ട് ചെയ്യിപ്പിച്ചു തരാം. അടിപൊളി ഫലം. ആ പൂജാരിയുടെ പേര് പാപ്പൊന്നുമല്ലോ? അല്ലല്ലേ? ഇത് കറക്റ്റ്, ഇത് അച്ചട്ടാ. ഇനി ഇതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. തുപ്പിയത് ഇനി കാര്യമില്ല. രണ്ടാമത് പറഞ്ഞത് എനിക്ക് വലിയ തരക്കേടില്ല. ഓക്കെ, അതുകൊണ്ട് 3ാമത്തെ വിട്ടേക്ക്. ഓക്കെ, അത് വലിയ ഫലം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ. ആ വകുപ്പിൽ കുറച്ച് കമ്മീഷൻ അടിച്ച് മാറ്റാന്ന് വിചാരിച്ചതായിരുന്നു. ഇത് കയ്യിൽ നിന്ന് പോയി. എങ്ങനെ? അല്ല, കൺമഷി തീർന്നു പോയേ, അത് വാങ്ങിക്കേണ്ട കാര്യം ആലോചിച്ചതായിരുന്നു. ഓ കമ്മീഷൻ കിട്ടേണ്ട പൈസ കൊണ്ട് വേണമായിരിക്കും അല്ലേ കൺമഷി വാങ്ങിക്കാൻ? കേട്ടല്ലേ? ഇല്ല എല്ലാരും ചെയ്യാന്ന് വിചാരിച്ചപ്പോ ചമ്മിതാറി.
അപ്പാ എന്ത് അപ്പാ അതെ ഇങ്ങനെ വിളിക്കരുത്. ഞാൻ വാർ ഫീൽഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ശത്രു സൈന്യം ബോംബിടും. എനിക്ക് കാര്യം ചോദിക്കട്ടെ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം കണ്ണും കാതും വണ്ടിയിൽ തന്നെ ആയിരിക്കണമെന്നാണ് MVD റൂൾസ്. ഒലച്ച് നിനക്ക് എന്തോന്ന് കൊച്ചേ, രാവിലെ ഒന്ന് മനസ്സമാനത്തോടെ ഡ്രൈവ് ചെയ്യാനും സമ്മതിക്കില്ലേ? ഗെയിമിൽ വണ്ടി ഓടിക്കണാണല്ലോ വലിയ കാര്യം. ഗെയിം ആയിരുന്നാലും ഏതായാലും വണ്ടി തന്നെയാണല്ലോ. ആ മൂടും പോയി. എന്ത് വന്ന കാര്യം പറ. എൻ്റെ മൂട് പോയി, ഞാൻ പോണു. അതങ്ങനെ ശരിയാവും? ഉറങ്ങിക്കിടക്കണവരെ വിളിച്ചോണത്തിട്ട് ചോറില്ല എന്ന് പറയാൻ പോലെയല്ലേ ആയത്? അത് ഞാൻ ചോറിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനൊരു പഴമൊഴി പറഞ്ഞതാണ്, ബനാന ടോക്ക്. എന്ത് വന്ന കാര്യം എന്ത്? ഒന്നുമില്ല പപ്പ. ഒന്നുമില്ലാതാണ് ഇത്ര നേരം ഇവിടെ വന്ന് ഇത്ര ഞാൻ കളിച്ചോണ്ട് എന്നെ ഉപദ്രവിച്ചത്. കാര്യം പറഞ്ഞിട്ട് പോ. ഫോണും തരൂ. ഇതെനിക്ക് ഗെയിം കളിക്കേണ്ടത്. അതുകൊണ്ട് നിന്റെ ഉണ്ടല്ലോ പിന്നെ എന്ത്? എനിക്കൊന്ന് മാളുവിനെ വിളിക്കാനാ പപ്പ. ഇത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. എന്താ ഞാൻ ശരിയാക്കി തരാം. വേണ്ട, കമ്പനി ഫോണാ, അല്ലാണ്ട് പപ്പയ്ക്ക് കളിക്കാനുള്ള സാധനമൊന്നുമല്ല. കളിക്കാൻ ഞാനിതൊരു കൊച്ചുകുട്ടിയാ? മൊബൈൽ കളിക്കാൻ ഞാനിത് കൊച്ചുകുട്ടിയാണോന്നോ? യുനോ ഐ ആം എ സയന്റിസ്റ്റ്. വന്നപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ. വന്ന് വന്ന് ആർക്കും ഒരു റെസ്പെക്റ്റ് ഇല്ലാതായിപ്പോയി. ഉടനെ കണ്ടുപിടുത്തം പൂർത്തിയാക്കണം. ഒരു റൗണ്ട് കളിച്ച് നോക്കണം. ദേ, നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നത്. അവളോട് കാര്യം പറയണം, അടുത്ത വണ്ടിക്ക് കയറി പോണം. അച്ഛൻ അറിഞ്ഞുള്ള ഗതി അറിയാലോ. ഇതിപ്പോ 5ാമത്തെ പ്രാവശ്യമല്ലേ പറഞ്ഞത് അച്ഛൻ അറിഞ്ഞുള്ള ഗതിയുടെ കാര്യം? എനിക്കറിയല്ല. എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാത്തോണ്ടാണോ നിങ്ങൾ പറഞ്ഞ കാര്യത്തിലല്ല ഞാൻ സമ്മതിച്ചത്? ഇനി ഒരു പ്രാവശ്യം എത്തി കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒളിച്ചോടിപ്പോ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് പപ്പ. എന്താ മായമ്മേ? മായമ്മയല്ല, ഞാനാ വിളിച്ചത്. നീ എപ്പോ വന്നു? മായമ്മയുടെ കൂടെ വന്നു. ഞാൻ കണ്ടില്ല കേട്ടോ. കാണത്തില്ലല്ലോ. ലച്ചു അവിടെ. ലച്ചു അടുക്കളയിൽ. അവന്റെ വയസ്സാണ്. മായമ്മ എന്താ വെള്ളത്തിൽ വീണ ബോംബിനെ പോലെ നിൽക്കുന്നത്? എന്നോടൊന്നും പറയാനില്ലേ? പോപ്പിൻസ് പ്ലീസ്, എന്നോടൊന്നും സംസാരിക്കല്ലേ. വൈ മായമ്മ വൈ? എന്റെ ഭർത്താവിനൊന്നും ഇഷ്ടമല്ല. ആർക്ക്? ആ ചക്കക്കുരു ദേവിക്കാ? ദേ, അതെന്റെ ഭർത്താവാണ് കേട്ടോ. ഞാൻ മുഹൂർത്ത റൂമിൽ കാണും. ഞാൻ പറഞ്ഞോ? വേണ്ട, വരില്ലെന്നാ പറഞ്ഞത്. ആ ചക്കക്കുരു രവി എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ അടുത്ത് വന്നാൽ തന്നെ എനിക്ക് മനസ്സിലാവില്ലേ? നീ എന്താ രാവിലെ കുക്കിങ്ങിലാണോ? എടി നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് രാവിലെ നിന്നെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ വരുന്നുണ്ട് നീ ഇത്ര നാളും? നിനക്ക് ഇങ്ങോട്ട് വരാൻ എന്താ ഇത്ര താമസം? എല്ലാം അറിയാം. നിനക്ക് സുഖമല്ലേ? എനിക്ക് ചെറിയ ജോലി ശരിയായി. കുറച്ച് ശമ്പളമൊക്കെ കിട്ടി തുടങ്ങി. ഇനിയിപ്പോൾ നിനക്കും കൂടി ഒരു ജോലി സെറ്റാക്കിയിട്ട് നമുക്ക് BSc ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ചെയ്യണം. നീ ഒന്ന് മോളിലോട്ട് വന്നേ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഇപ്പൊ പറ. വേണ്ട, നീ മോളിലോട്ട് വാ, എനിക്കിന്ന് ഫ്രഷ് ആകാൻ വേണം. വാ. എന്നാ നീ ചൊല്ലു, ഞാൻ വരാം. ശരി.
ഡീ മായമ്മേ വന്നിട്ടുണ്ടല്ലേ? ആ ഞാൻ വിചാരിച്ചു നീ ഇവിടെ നിൽക്കാൻ വന്നതാന്ന്. നീ മായമ്മയോടൊപ്പം പോവാ? എന്താണ് നീ ഒന്നും മിണ്ടാത്ത? പറ എന്തെങ്കിലും. എടി എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഓടി വളർന്ന് ചുമ്മാ പറയാൻ പറ്റിയ കാര്യമല്ലേ കല്യാണം ഉറപ്പിച്ചത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് എൻ്റെ കല്യാണം ഉറപ്പിച്ചു. മറ്റന്നാൾ എൻ്റെ ഒരു ചടങ്ങുണ്ട്, അതിന് നിന്നെ വിളിക്കാൻ ഇപ്പോൾ വന്നത്. നീ സീരിയസ് ആയിട്ട് പറയുവാണോ? നീ എന്തിനാ സമ്മതിച്ചു കൊടുക്കാൻ പോയത്? വേറെ വഴിയില്ലായിരുന്നു, വീട്ടിൽ അത്രയ്ക്കും ബഹളമായിരുന്നടി. എന്ത് വേറെ വഴിയില്ലെന്ന്? ഇവിടെ നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നടക്കണമെന്നൊന്നുമില്ലല്ലോ ഡി. ഇതേ പെണ്ണെ കൂടുതൽ തത്വമൊന്നും പറയല്ലേ. നീ ഇന്ന് വരും നാളെ വരും പറഞ്ഞ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഇവിടെ എന്തൊക്കെ പ്ലാൻസ് ഉണ്ടായിരുന്നടി നമുക്ക്. സൂപ്പർ ഗേൾസിനെ നമ്മൾ എങ്ങനെ ഇനി വൈറലാക്കും? എടി നമ്മൾ ജീവിതത്തിൽ വെറും സാധാ പെൺകുട്ടികളാ. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഇനി വലിക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. വേറൊരു വഴിയില്ല. എടി നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അച്ഛൻ കയറി ആത്മഹത്യ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. രവി അച്ഛനോ? നിനക്ക് അറിയാവുന്നല്ലേ രവി അച്ഛനെ? നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയണേ അടി. എടി എങ്ങാണ് അതുപോലെ ചെയ്താൽ പിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ സമാധാനം കിട്ടുമോ? നമ്മൾ നന്നായിട്ട് ജീവിക്കും മുന്നോട്ട്. എടി അപ്പൊ നീ ഇത് തീരുമാനിച്ചുറപ്പിച്ചോ? കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലേ. ഇനി രണ്ടും കൂടെ വേണ്ടാത്ത പണിയൊന്നും ഒപ്പിച്ച് വെക്കല്ലേ. അച്ഛൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അമ്മ ഇന്ന് 1040 വട്ടം അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ട് പറയണ്ട. എനിക്ക് ഓർമ്മയുണ്ട്. എന്നാ ശരി, എന്നാ വാ നമുക്ക് പോകാം. ഇപ്പൊ ഇങ്ങോട്ട് വന്നതില്ലേ, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തോ ഇനി രണ്ടും കൂടി ഇനി ഒളിച്ചോടാനോ? അമ്മ അവിടെ പോയി റെസ്റ്റ് എടുക്ക. ചെല്ലേ, നീ വാടി വാ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും ആളും ഈ സിറ്റിയിലേക്ക് വന്നത്. പക്ഷേ അതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായി. ഈ സിറ്റിയും ഇവിടുത്തെ ഒച്ചയും ബഹളവും ഞങ്ങൾക്കിനി ആസ്വദിക്കാൻ കഴിയില്ല. வந்தனம் என் வந்தனம் நீ மன்மதன் ஓதிடும் மந்திரம் புன்னகை சுந்தரம் பூமுகம் பொன்னிறம் உன்னிடம் உள்ளமே அர்ப்பணம். മായമേ എടി മായമേ, നിന്നോർമ്മകൾ എന്നിൽ നിന്നും മായില്ല. നിന്റെ ഈ പൂമുഖം കാണുവാൻ കഴിയില്ല. കണ്ടുവോ ചങ്കിലെ വേദന, പ്രണയവേദന. പപ്പ, എന്താ മായമ്മ? ഞാൻ നേരത്തെ പറഞ്ഞത് പപ്പന് സങ്കടമായോ? നെഞ്ചിലെ കത്തി കുത്തി ഇറക്കിയിട്ട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോലിരിക്കുന്നു. പോപ്പിൻസ്, നമ്മളിപ്പോ പഴയതുപോലെ കുട്ടികളല്ല, മുതിർന്നവരാണ്. അത് തന്നെയല്ല, എനിക്ക് കെട്ടിക്കാറ ഒരു മകളില്ലേ? ആയിരിക്കാം.
പക്ഷേ കൊടുങ്കാറ്റടിച്ചാൽ പോലും നമ്മളെ നല്ല ഓർമ്മകളെ മായ്ക്കാൻ പറ്റില്ല മായമ്മ. എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ പോപ്പിൻസ്. ഒരിക്കലുമില്ല, എൻ്റെ മായമ്മ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. എപ്പോഴും എൻ്റെ മായമ്മ കളിച്ച് ചിരിച്ച് സന്തോഷവതിയായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. പോപ്പിൻസ്, നാളത്തേടം കഴിഞ്ഞ് എൻ്റെ മോളുടെ നിശ്ചയമാണ്. വലിയ ആഡംബരമൊന്നുമില്ല, എന്നാലും പപ്പം വരണം. വരും, വന്നിരിക്കും. ഒന്നുമില്ലെങ്കിലും മാളു നമ്മളുടെ മകളല്ലേ. അയ്യോ, അതെങ്ങനെ? അതെന്തൊരു കണക്ക്? കണക്കിലൊക്കെ എന്തിരിക്കുന്നു? സ്നേഹബന്ധത്തിൽ എന്തെങ്കിലും കണക്ക് ആരെങ്കിലും നോക്കൂ മായമ്മ? ഇങ്ങനെ എക്സ്പ്രഷൻ എനിക്കറിഞ്ഞൂടാ. അവരെന്താ അങ്ങനെ ചിരിച്ചിട്ട് പോയേ? എന്താ അവരെന്തിനു വന്നെന്നറിയാമോ? അത് അടുത്ത് ഞാൻ ചോദിക്കാൻ പോവായിരുന്നു. അവര് വന്നത് പക്ഷെ അവരെന്താ അങ്ങനെ ചിരിച്ചിട്ട് പോയേ? അതെനിക്കറിഞ്ഞൂടാ. പക്ഷെ അവർ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. മാളു ഇല്ലേ, മാളുവിന്റെ എൻഗേജ്മെന്റ്, അപ്പോ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ, മാളു എൻഗേജ്മെന്റ് ചെയ്യാൻ പോവാണോ? അപ്പൊ അവരെന്താ എന്നെ വിളിക്കാഞ്ഞ? അയ്യോ, എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാരും വിളിച്ചോണ്ട് വരാനാണ് പറഞ്ഞത്. ആണോ? ഇല്ല, കുഴപ്പമൊന്നും, നീ പോ. പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഒന്നുമില്ല. എന്നങ്ങനെ പറ്റിക്കാന്ന് നോക്കണം. നീ വിചാരിക്കും പോലെ ഒന്നുമില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ഇഷ്ടമുണ്ട്. അയ്യോ, പാറു വല്ലതും കേട്ടാ? പാറു, നീ കേട്ടാ? ഉറക്കമായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാരും കറക്റ്റ് സമയത്തിന് അങ്ങ് എത്തിയേക്കണം. മനസ്സിലാവുന്നുണ്ട്. കരയണേടാ, കുറച്ചുകൂടി കരയും. നീ എന്തിനാ കരയണല്ലോ അച്ചോ? വിഷമിക്കാണ്ടിരിക്കേ. അവൾക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി അവൾ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. അയ്യേ, അതിന് നീ എന്തിനു കരയണത്? ഇത് പഴയ കാലമൊന്നും അല്ല. ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ അവളുടെ കല്യാണം നടത്താനൊന്നും പറ്റൂല. അതുമല്ല, ഈ ഹവിൽദാർ പപ്പൻ അത് നടത്താൻ സമ്മതിക്കില്ല. മാത്രല്ല, അത് നിശ്ചയല്ലേ നടക്കണുള്ളൂ. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കൊളാക്കാന്നേ. നീ വിഷമിക്കണ്ടേ. അടുത്ത ദിവസം നിന്റെ കല്യാണം നടത്തി വീടേ. നീ അവിടെ ചിരിച്ചങ്ങോട്ട് ഒരു രസമില്ല, ഇങ്ങനെ കറഞ്ഞോണ്ട് നിൽക്കണാണ്. അയ്യോ അയ്യോ, എന്താ? ഞാനെങ്ങനെ വീട്ടിലേക്ക് ഇല്ല? ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ അമ്മ എന്നെ പിന്നെ ഇങ്ങോട്ട് വിടത്തില്ല. അയ്യേ, ഇതാണ് വലിയ ആന കാര്യം. നീ രക്ഷപ്പെട്ടെന്ന് അച്ഛനും അമ്മയൊക്കെ അറിയിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതും ഈ പപ്പനേറ്റു. എന്ത് വേണം? അങ്ങനെ ചിരിച്ചേ അങ്ങനെ. संसार को बुलाओ।